വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മസാല ദോശയും ഒരു സ്പെഷ്യൽ ചമ്മന്തിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു 3 ഗ്ലാസ് പച്ചരിയും 3 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇത് ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കുതിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചിട്ട് ഒരു 8 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കണം. ഉലുവ ഇടാറുണ്ട് ഇതിൽ, ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ളവർ ഇട്ടിട്ട് അരച്ച് വയ്ക്കുക. ഒരു 8 മണിക്കൂർ തലേ ദിവസം അരച്ചിട്ട് രാവിലേക്ക് എടുക്കുമ്പോൾ നല്ല ദോശമാവായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഉപ്പ് ഇട്ടിട്ടില്ല. നമ്മൾ എടുക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അതിലേക്ക് ഉപ്പിട്ടിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം എല്ലാം ഒരു 3 ബാച്ചാക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഇത് അരച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് ശരിയാക്കണം. മസാലയ്ക്ക് വേണ്ടി ആദ്യം ഒരു ചട്ടി വെച്ചിട്ട് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇടുക. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നും പരിപ്പ് അല്ലെങ്കിൽ സാധാ കറി വെക്കുന്ന പരിപ്പായാലും ഇടാം. ഞാനിപ്പോൾ ഉഴുന്നും പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക്, ഉണക്കമുളക്, ഒരു മുളക് ഒന്ന് മുറിച്ചിടുക. കുറച്ച് വേപ്പിലയും ഒരു 3 പച്ചമുളക് ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ടിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കണം. ഇഞ്ചി ചെറുതാക്കി മുറിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടോ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി ഞാൻ ഇടാറില്ല, ഇടണമെങ്കിൽ ഇടാം, ഞാൻ ഇടാറില്ല. ഇഞ്ചി മാത്രം ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 സബോളയും കൂടെ വേണം. സബോള നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം സൈസ് 2 സബോള മതിയാവും. ഇനി ഇതിലേക്ക് സബോളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടി കൊടുക്കുക. നന്നായി മൊരിഞ്ഞൊന്നും വരണ്ട, ഒന്ന് വാടിയാൽ മതി. ഇത് ഇത്രയ്ക്കൊക്കെ ആയാൽ മതി. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തോലൊക്കെ കളഞ്ഞ് വെക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അത് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചിട്ട് അതൊന്ന് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. സബോളയ്ക്ക് മാത്രമുള്ള ഉപ്പല്ലേ നേരത്തെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കുക, നേരത്തെ ഇട്ട ഉപ്പ് മതിയാവോ നോക്കുക, പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതൊരു ഡ്രൈ ആയ മസാല ഇട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു കുറച്ച് ചൂടുവെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കായത്തിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർക്ക് ഇടണ്ട, ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെയും ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്താൽ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കേണ്ടത്. ചമ്മന്തി ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ഉള്ളതുള്ളൂ. അത് നമുക്ക് ഒരു സബോളയും കുറച്ച് ചതച്ച മുളക് ഉണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി വേഗം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിന് നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള ചെറുതാക്കി ഒന്ന് മുറിക്കേണ്ടത് നമ്മൾ അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഇത്തിരി വലുതായാലും കുഴപ്പമില്ല. സബോള കുറച്ച് ഇത്തിരി വലുതായാലും മുറിച്ചിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു എരിവിന് എത്രയ്ക്ക് ആവശ്യമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. ചതച്ച മുളക് ഇല്ലെങ്കിൽ മുഴുവനോടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായി വാട്ടിയെടുക്കുക. സബോള ഒന്ന് വാടി വരുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കുക. അധികം ഒന്നും വാടണ്ട. അപ്പോൾ ഇത് സബോള വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു മിക്സിയിലേക്ക് ഇടുക. ഇതിലേക്ക് 1 ടീസ്പൂൺ സോർക്കയും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അരച്ച് വയ്ക്കുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കുക. അതിന് വേണ്ടി ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ മാവ് ഇതേ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ദോശയാക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ചട്ടിയിൽ എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കുക. നെയ്യോ എണ്ണ എന്തായാലും ഒന്ന് തേച്ച് കൊടുക്കുക.
നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യണ്ട. ഇത് ഞാൻ ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ മസാല ദോശ ആകുമ്പോൾ ഇത്തിരി വലിയൊരു ദോശയായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി 2 കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ചട്ടിയുടെ ആ വലുപ്പത്തിലേക്ക് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ദോശയിലൊരു പകുതി വേവാകുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കുക ദോശയുടെ. ഇപ്പോൾ ദോശ ആയിട്ടുണ്ട്. ഇനിയും ഒന്നും കൂടെ മൊരിയണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ ആയാൽ മൊരിയും. പക്ഷെ ഞാനിപ്പോൾ മസാല ഇതിലേക്ക് ഇടുന്നു. ഒരു സൈഡിൽ മസാല ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് എത്ര മസാല വേണമെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. ഇനി ഒരു സൈഡ് മടക്കിയാൽ നമ്മൾ മസാല ദോശയും റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട്, ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി സാമ്പാറോ നാളികേര ചട്നിയോ ഒക്കെ ഇതിലേക്ക് എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ചമ്മന്തി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.